Welcome everybody. How are you? We making banana balls today. We making banana balls the other time. Okay, what did we use here? We use a banana mashed up in ball. What are you making? Banana ball. Do you like banana balls? Yes. Okay, we'll make together, okay? What are you doing, Kutta? Putting the butter on the stove. Okay, and who's scared of the wooden spoon? Lazy. Why? Because he's scared to get hit. Oh, okay. You can use your hand. വളരെ ഹെൽത്തി ആയിട്ടുള്ള രുചികേറിയ ഈ 4 മണി പലഹാരം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കുക. അതിലേക്ക് ഈ അരിഞ്ഞു വച്ചിരിക്കുന്ന പഴങ്ങൾ ഇട്ട് കൊടുക്കുക. ഇവിടെ കിട്ടുന്ന ഒരുമാതിരി പൊന്തൻ കായാണ് ഉപയോഗിക്കുന്നത്. ഇതിന് പകരമായിട്ട് ഏത്തപ്പഴം ഉപയോഗിച്ചാലും മതി. ഇത് ഒരു 7 മിനിറ്റ് മീഡിയം ഹീറ്റിൽ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയാൽ മാത്രം മതി, ഇത് വെന്ത് പോകരുത്. ഇതിൻ്റെ കളർ ഇവിടെ ചേഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം. ഇനി ഇതിലേക്ക് 2-3 ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. 1/2 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ റവ റോസ്റ്റ് ചെയ്യാത്തതാണ്. വീണ്ടും ഈ പഴവുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ലോ ഹീറ്റിലേക്കാക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ആ റവയുടെ പച്ചമണം മാറി വരും. റോസ്റ്റ് ചെയ്തതോ റോസ്റ്റ് ചെയ്യാത്തതോ ഏത് ടൈപ്പ് റവ വേണമെങ്കിലും ഈ റെസിപ്പിക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ തീ ഏറ്റവും ലോ ഹീറ്റിൽ ആയിരിക്കണമെന്ന് മാത്രം. ഇനിയും ഇതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. പഞ്ചസാര ഇത് ഒരു ആവറേജ് മധുരമാണ് കിട്ടുന്നത്. നല്ല മധുരം വേണ്ടവർക്ക് ഇത് ഒരു 5 ടേബിൾ സ്പൂൺ ആക്കാം. സാധാരണ നമ്മൾ പഴംപൊരി അല്ലെങ്കിൽ ഏത്തക്കാപ്പം ഉണ്ടാക്കുമ്പോൾ ഏത്തപ്പഴം എണ്ണയിൽ മുക്കി പൊരിച്ചാണ് എടുക്കുന്നത്. പക്ഷേ അത്രയും എണ്ണ വേണ്ടാതെ വളരെ കുറച്ച് നെയ്യ് വെച്ച് വളരെ രുചികരമായ രീതിയിലാണ് ഈ ബനാന ബോൾസ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനിയും ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ്. ഏലക്ക പഞ്ചസാരയായിട്ട് പൊടിച്ചെടുത്തതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്. ജീരകത്തിൻ്റെ പൊടി ചേർക്കേണ്ടവർക്ക് അതും ചേർത്ത് കൊടുക്കാം. പിന്നെ കൂടാതെ നട്ട്സ് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കേണ്ടവർക്ക് ചേർക്കാം. അതും ഓപ്ഷണലാണ്. ഇവിടെ നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തു. അതിന് ശേഷം 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. പാലൊഴിച്ചതിന് ശേഷം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ആ പാത്രത്തിൻ്റെ ചൂടിൽ തന്നെയാണ് ഇളക്കിയെടുക്കുന്നത്. എന്നിട്ട് ഓഫ് ചെയ്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ആ പാല് മുഴുവൻ ഈ മിശ്രിതത്തിലേക്ക് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. വീണ്ടും തണുത്തതിന് ശേഷം ചെറിയ ഉരുളകളാക്കി എടുക്കാം. എന്നിട്ട് വീണ്ടും ഇത് ഒന്നുകൂടെ നെയ്യിൽ റോസ്റ്റ് ചെയ്യാനുണ്ട്. ഇവിടെ ഇപ്പോൾ എല്ലാ ഉരുളകളും റെഡിയായിട്ടുണ്ട്. വീണ്ടും ഒരു ചീനിച്ചട്ടി ചൂടാക്കുക. 2 ടേബിൾ സ്പൂൺ നെയ്യ് അതിലേക്ക് ഒഴിക്കുക. ഈ നെയ്യ് മെൽറ്റായിട്ട് വരുമ്പോഴത്തേക്ക് ഒരു 5-6 ഉരുളകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റോളം മീഡിയം ഹീറ്റിൽ വെച്ച് ഇളക്കിയെടുത്ത് റോസ്റ്റ് ചെയ്യുക. വളരെ ഹെൽത്തി ആയിട്ടും രുചിയായിട്ടുമുള്ള ഒരു 4 മണി സ്നാക്കാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും. പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. ഇവിടെ നമ്മുടെ രുചിയേറിയ ബനാന സ്നാക്ക് റെഡിയായിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുന്നവർ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ. ഫ്രണ്ട്സിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് ഷൈന തോമസ്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.